ജീവിതാശ്രമങ്ങൾ. കഥ എഴുതിയത് സജിനി രാഗസുധ. ഓഫീസിൽ നിന്നും ഓടിയെത്തി വൈകുന്നേരത്തെ ട്രെയിനിൽ കയറും വരെ ഒരങ്കലാപ്പായിരുന്നു മനസ്സിൽ. ഓഫ് സീസൺ ആയിരുന്നതിനാൽ ഇന്നലെ തത്കാലിൽ ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. കഴിഞ്ഞ ഒരാഴ്ചയായി സുജിത്ത് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നലെ രാവിലെ വിളിച്ചപ്പോൾ അവൻ വളരെ ദേഷ്യത്തിലായിരുന്നു. അപ്പേട്ടൻ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. അപ്പേട്ടനെ നിനക്ക് കാണണ്ടാലോ, നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ. നാളെ നാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ലീനയ്ക്ക് ഒരു ചൊടിപ്പുണ്ടായിരുന്നു. ഇതൊക്കെ പെട്ടെന്ന് തീരുമാനിച്ചാൽ എങ്ങനാ ഗിരിയേട്ടാ? എനിക്ക് ഒരു സാവകാശം തരണ്ടേ? അമ്മയ്ക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണമായിരുന്നു. ഏട്ടത്തിയമ്മ വരുമ്പോൾ കൊണ്ടുവരണമെന്നും പറഞ്ഞ് അശ്വതിയും ഒരു ലിസ്റ്റ് അയച്ചിരുന്നു. ഗിരിയേട്ടൻ ചെല്ലുമ്പോൾ അവർ അതൊക്കെ പ്രതീക്ഷിക്കുകയില്ലേ? അവൾ പരിഭവങ്ങളുടെ കെട്ടഴിച്ചു. നീയൊന്ന് മിണ്ടാതിരിക്കൂ കുട്ടി, ഞാൻ അപ്പേട്ടൻ്റെ അടുക്കലേക്കാണ് പോകുന്നത്. എന്തേ ഗിരിയേട്ട പെട്ടെന്ന്? അപ്പേട്ടന്? അവളുടെ മുഖത്ത് പരന്ന ആശങ്ക എൻ്റെ നെഞ്ചിലേക്കും വ്യാപിച്ചു. സുജിത്ത് ഒരാഴ്ചയായി വിളിക്കുന്നുണ്ടെന്നും ഞാൻ ഒഴികെ അപ്പേട്ടൻ്റെ വാനരപ്പടയെല്ലാം അവിടെ എത്തി എന്നുള്ളതും ഞാൻ മനഃപൂർവ്വം അവളോട് പറഞ്ഞിരുന്നില്ല. വെറുതെ അവളെ വിഷമിപ്പിക്കുന്നത് എന്തിനാണെന്നോർത്തു. ഓഫീസിലെ തിരക്കുകളിൽ നിന്നും 1 മണിയായപ്പോഴേക്കും ഒരു വിധത്തിൽ തലയൂരി. വീട്ടിലെത്തിയപ്പോഴേക്കും ലീന പെട്ടിയെല്ലാം തയ്യാറാക്കിയിരുന്നു. ഗൗരി പരിഭവത്തോടെ ഇടം കണ്ണിട്ട് നോക്കുന്നുണ്ട്. അവൾക്ക് ഞാൻ ഓഫീസ് ഫയലുകളിലല്ലാതെ മറ്റെങ്ങും ചുറ്റിത്തിരിയുന്നത് ഒട്ടും പിടിക്കുകയില്ല. വീട്ടിലെത്തി പഠനം കഴിഞ്ഞാലുടൻ അവൾക്ക് അച്ഛയുടെ കൂട്ടുവേണം. അധികം ആരോടും സൗഹൃദം കൂടാതെ വീടിൻ്റെ ചുമരുകൾക്കുള്ളിൽ ഞങ്ങളിൽ മാത്രമായി അവളുടെ ലോകം ചുരുങ്ങുന്നത് ഇടയ്ക്കിടെ എന്നെ അലസോരപ്പെടുത്താറുണ്ട്. ഷെൽഫിൽ നിന്നും പുതിയ 2 പുസ്തകങ്ങൾ കൂടി ഗൗരി എടുത്ത് ബാഗിനുള്ളിൽ വെച്ചു. അവളുടെ ചുമലിൽ തട്ടി ഫ്ലാറ്റിൽ നിന്നും ഇറങ്ങുമ്പോൾ ആ നിറക്കണ്ണുകൾ കണ്ടില്ലെന്ന് നടിച്ചു. മഴക്കാലവും മണ്ണിടിച്ചിലും കാരണമാവാം നാട്ടിലേക്ക് പോകാനായുള്ള തിരക്ക് നന്നേ കുറവാണ്. ഞാനിരുന്ന ബോഗിയിൽ ആകെ കൂടി 10-20 പേരേ ഉണ്ടായിരുന്നുള്ളൂ. സിഗ്നൽ ലഭിക്കാത്തതിനാൽ ഫോൺ സൈഡാക്കി. ആരുമില്ലാതിരുന്നതിനാൽ പതിയെ ബാഗിൽ നിന്നും ഗൗരി എടുത്തു വച്ചിരുന്ന ഒരു പുസ്തകം എടുത്ത് തുറന്നു. പുസ്തക വായനയ്ക്ക് യാതൊരു വിധത്തിലുമുള്ള തടസ്സങ്ങളുമില്ല. എന്നിട്ടും മനസ്സിരുത്തി വായിക്കാനാവുന്നില്ല. ഇടയ്ക്കിടെ നിറതിങ്കൾ പോലെ അപ്പേട്ടൻ മനസ്സിലേക്ക് ഓടിയെത്തുന്നു. പുസ്തകത്തിലെ അക്ഷരങ്ങളെ മറച്ചുകൊണ്ട് കണ്ണുനീർ ഒഴുകിയിറങ്ങി. കുഞ്ഞമ്മാവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു അപ്പേട്ടൻ. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സജീവ പ്രവർത്തകരായിരുന്ന 2 ആളും ഉറ്റ സുഹൃത്തുക്കളുമായിരുന്നു. ഞങ്ങളുടെ സ്കൂളിൽ എല്ലാ വർഷവും നടത്താറുള്ള യുറീക്ക പരീക്ഷ ഇവരുടെ മേൽനോട്ടത്തിലാണ് നടത്താറ്. നാട്ടിൽ ആദ്യമായി ഗ്രന്ഥശാല എന്ന ആശയവും അപ്പേട്ടൻ്റെതായിരുന്നു. സത്യത്തിൽ അപ്പേട്ടൻ്റെ സാന്നിധ്യമില്ലാതെ ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു കാര്യങ്ങളും നടക്കുകയില്ലായിരുന്നു. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കുഞ്ഞമ്മാവൻ മലേഷ്യയിലേക്ക് ജോലിക്ക് പോയത്. കുഞ്ഞമ്മാവൻ പോയതിനു ശേഷം ഞാനും സുജിത്തും രാഹുലും അപ്പേട്ടൻ്റെ കൂടെ ചേർന്നു. അപ്പേട്ടൻ്റെ ആദർശങ്ങളിലൂടെ ഭ്രാന്തമായി സഞ്ചരിച്ചിരുന്ന കാലം. വലിയൊരു ഹാളും അടുക്കളയും മാത്രമുള്ള അപ്പേട്ടൻ്റെ വീട് ഞങ്ങളുടെയും ആ നാട്ടുകാരുടെയും വീടായിരുന്നു. അച്ഛനും മകനും അപ്പൂപ്പനും അമ്മാവനും ഏട്ടനും അനിയനുമൊക്കെയായി അപ്പേട്ടൻ ആ ഗ്രാമത്തിൽ നിറഞ്ഞു നിന്നു. ജോലി സംബന്ധമായി മുംബൈയിലേക്ക് കുടിയേറിയതിനു ശേഷം യാന്ത്രികമായി പോയ ജീവിതത്തിൽ നിന്നും വിടുതൽ കിട്ടുന്നത് മധ്യവേനൽ അവധിക്ക് തിരികെ അപ്പേട്ടൻ്റെ അടുത്ത് എത്തുമ്പോഴാണ്. ട്രെയിനിൽ നിന്നിറങ്ങി ഓട്ടോറിക്ഷയിൽ കയറാൻ ഒരുങ്ങുമ്പോഴാണ് "ഡാ കുഞ്ഞുട്ടാ, എങ്ങോട്ടാടാ? ഇവിടെ വാടാ" എന്ന് പിന്നിൽ നിന്ന് സുജിത്ത് വിളിച്ചത്. ഞാൻ ഇറങ്ങിയതിന് പിന്നാലെ ലീന അവനെ വിളിച്ചിട്ടുണ്ടാവും. കുറേ നാളുകൾക്ക് ശേഷമാണ് പരസ്പരം കാണുന്നത്.
അടുത്തെത്തിയതും രണ്ടാളുടെയും കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. കാറിനുള്ളിൽ ഇരിക്കുമ്പോഴും ഭയപ്പെടുത്തുന്ന ഒരു മൗനം ഞങ്ങൾക്കിടയിൽ കൂടുകെട്ടി. അപ്പേട്ടൻ്റെ വീടിൻ്റെ മുന്നിലെത്തിയതും മനസ്സൊന്നാളി. ഞങ്ങളുടെ ഗ്രാമം അപ്പേട്ടൻ്റെ പറമ്പിലേക്ക് ചുരുങ്ങിയതുപോലെ. സുജിത്തിൻ്റെ കൈകളിൽ പിടിച്ച് അകത്തേക്ക് നടക്കുമ്പോൾ കാലിടറുന്നുണ്ടായിരുന്നു. അകത്തു ചെന്നപ്പോൾ അപ്പേട്ടനെ തലയിണ വെച്ച് ഭിത്തിയിൽ ചാരി ഇരുത്തിയിരിക്കുകയാണ്. എന്നെ കണ്ടതും കുഞ്ഞൂട്ടാ എന്ന് പതിയെ വിളിച്ചു. ഞാൻ അടുത്തിരുന്ന് ആ കൈകളിൽ മുറുകെ പിടിച്ചു. വളരെ ക്ഷീണിതനായിരുന്നെങ്കിലും എന്നത്തെയും പോലെ അദ്ദേഹത്തിൻ്റെ ശബ്ദം ആത്മവിശ്വാസം നിറഞ്ഞതായിരുന്നു. ലീനയെയും ഗൗരിയെയും തിരക്കി. കട്ടിലിൻ്റെ തലയ്ക്കലുള്ള അലമാര ചൂണ്ടിക്കാട്ടി ഗൗരിക്കുള്ളതാണ് എന്നും പറഞ്ഞു. അവളുടെ പുസ്തകങ്ങളോടുള്ള താല്പര്യം അപ്പേട്ടനോളം മറ്റാർക്കും അറിയില്ലല്ലോ. ഓരോ ജീവജാലങ്ങളിലും നിലനിൽക്കുന്ന ജീവൻ എന്ന ഊർജം നശിക്കുന്നില്ല എന്നും അത് മറ്റൊരു രൂപത്തിൽ മറ്റൊന്നിലേക്ക് പ്രവേശിക്കുന്നുവെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്ന അപ്പേട്ടൻ എൻ്റെ ഊർജം നിങ്ങളിൽ തന്നെയുണ്ട് എന്നുറപ്പു നൽകി പിറ്റേ ദിവസം രാവിലെ യാത്രയായി. നാം ജീവിച്ചിരിക്കുന്ന വേളയിൽ നല്ല പ്രവൃത്തി ചെയ്യുക, എന്നാൽ അങ്ങനെയുള്ളവർ ആരുടെയും മനസ്സിൽ ഒരു നാളും മരണപ്പെടുകയില്ല എന്നുള്ള അപ്പേട്ടൻ്റെ വാക്കുകൾ അവിടെങ്ങും മുഴങ്ങുന്നത് പോലെ തോന്നി. എല്ലാവരും അവിടവിടെയായി ചടഞ്ഞിരുന്നു. വൈകുന്നേരം ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുംബൈയിൽ നിന്നും ലീനയുടെ ഫോൺ വന്നത്. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചതിന് ശേഷവും അവൾ എന്തോ എന്നോട് പറയാൻ കഴിയാതെ വിഷമിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ വീണ്ടും എന്തെങ്കിലും നിനക്ക് എന്നോട് പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അത് ഗിരിയേട്ടാ, ഇവിടെയും ഇന്ന് ഒരു വിഷമമുണ്ടായി. എന്താണ് ലീന, പറയൂ. ഗൗരിക്ക് എന്തെങ്കിലും വയ്യായികയാണോ? അവൾക്ക് അപ്പേട്ടന് ജീവനായിരുന്നു. അവൾ എന്തേ? ഒന്ന് വിളിക്കൂ. അവൾ കോളേജിൽ നിന്നും എത്തിയിട്ടില്ല. അവൾക്ക് കോളേജിൽ 2 ദിവസം സെമിനാറാണ്. വൈകുന്നേരം 6 മണിക്ക് ശേഷമേ വരികയുള്ളൂ. അപ്പേട്ടൻ്റെ വിവരം അവളെ അറിയിച്ചിട്ടുമില്ല. പിന്നെന്താണ്? നീ മനുഷ്യര് ടെൻഷൻ അടിപ്പിക്കാതെ പറയൂ. എൻ്റെ ആദി ദേഷ്യത്തിലേക്ക് വഴിമാറി. നമ്മുടെ ജോഷി സാർ ഇന്ന് രാവിലെ 9 മണിക്ക് മരിച്ചു. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അവളുടെ തൊണ്ടയിടറി. തുടർന്ന് എന്ത് ചോദിക്കണമെന്നറിയാതെ ഞാൻ ഒരു നിമിഷം സ്തബ്ധനായിപ്പോയി. ഗിരിയേട്ടാ, ഗൗരിമോൾ രാവിലെ പോയപ്പോൾ അദ്ദേഹം റോഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ പരസ്പരം ഗുഡ് മോർണിംഗ് പറയുന്നത് ഞാൻ ബാൽക്കണിയിൽ നിന്നും കാണുന്നുണ്ടായിരുന്നു. ഗിരിയേട്ടൻ ഇല്ലാത്തതിനാൽ കഴിഞ്ഞ ദിവസം വാങ്ങിയ ചെടികളെല്ലാം കവറിൽ നിന്നും ചെടിച്ചട്ടിയിലേക്ക് മാറ്റി വയ്ക്കുകയായിരുന്നു ഞാൻ. ജോഷി സർ പ്രഭാത സവാരി കഴിഞ്ഞ് വന്നപ്പോൾ എന്നെ കണ്ടിട്ട് താഴെ നിന്ന്, ഇന്നെന്താ ഗിരീഷിന് ഓഫീസിൽ പോകണ്ടേ? രാവിലെ തന്നെ ലീന ഉദ്യാന പരിപാലനം എന്ന് അദ്ദേഹം വിളിച്ചു ചോദിക്കുകയും ചെയ്തിരുന്നു. ഗിരിയേട്ടൻ അത്യാവശ്യമായി നാട്ടിൽ പോയ വിവരവും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. അദ്ദേഹം ഗേറ്റിൽ നിന്നും പത്രവും എടുത്ത് അകത്തേക്ക് പോകുന്നതും ഞാൻ കണ്ടതാണ്. പിന്നെ ഞാൻ അകത്തു പോയി വീടെല്ലാം വൃത്തിയാക്കി കുളിയും കഴിഞ്ഞ് തുണികൾ വിരിക്കാനായി ബാൽക്കണിയിലേക്കുള്ള വാതിൽ തുറന്നപ്പോഴാണ് താഴെ ജോഷി സാറിൻ്റെ വീട്ടിൽ ആൾക്കാർ കൂടി നിൽക്കുന്നത് കണ്ടത്. നമ്മുടെ പാട്ടീൽ സാറും ആൾക്കാരുടെ ഇടയിലുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിനെ ഫോണിൽ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് വിവരമറിഞ്ഞത്. യോ, ഒരു വല്ലാത്ത ദിവസമായി പോയല്ലോ ലീനെ. പാവം ജോഷി സർ. മക്കൾ 2 പേരും എത്തിയോ? അവിടെ എല്ലാവരും ഉണ്ടോ? ഞാൻ വേപതുവോടെ തിരക്കി. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും 11 മണിയായപ്പോഴെത്തി. അരുൺ 12 മണിയോടെയാണ് പൂനെയിൽ നിന്നും എത്തിയത്. രാവിലെ സാറിൻ്റെ ബ്രേക്ക്ഫാസ്റ്റുമായി അരുണിമ ദീദി എത്തിയപ്പോഴാണ് സാർ കസേരയിൽ നിന്ന് താഴെ വീണ് കിടക്കുന്നത് കണ്ടത്. ഉടനെ അരുണിമ ദീദി അവരുടെ ഡോക്ടറെ വിളിച്ചു. അദ്ദേഹം എത്തി പരിശോധിച്ച് മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. 2 മണിയോടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. 4 മണിക്ക് മുൻപ് തന്നെ എല്ലാവരും പിരിഞ്ഞു. അരുണിമ ദീദിയെ പുറത്താക്കി വീടും പൂട്ടി അവർ പോയി.
സാറിൻ്റെ കാർ മാത്രം മുറ്റത്ത് കിടപ്പുണ്ട്. കുറച്ചു മുമ്പ് അരുണിമ ദീദിയും മക്കൾക്കൊപ്പം അവരുടെ വീട്ടിലേക്ക് പോയി. ജോഷി സാർ ഇല്ലാതെ ആ വലിയ വീടും കാറും അനാഥമായി കിടക്കുന്നു. മനുഷ്യജീവിതം എത്ര പെട്ടെന്നാണ് മാറുന്നതല്ലേ ഗിരിയേട്ടാ. ലീന നെടുവീർപ്പിട്ടുകൊണ്ട് ഫോൺ വെച്ചു. ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ സൈഡിലുള്ള തണൽ എന്ന 3 നില കെട്ടിടമായിരുന്നു ജോഷി സാറിൻ്റെ വീട്. 14 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇവിടെ താമസത്തിനെത്തിയ സമയത്താണ് ജോഷി സാർ ജോലിയിൽ നിന്നും റിട്ടയർ ആയത്. ഞങ്ങളുടെ പട്ടണത്തിലെ SBI ബാങ്കിലെ മാനേജരായിരുന്നു. ചെറിയ കുട്ടിയായിരുന്ന ഗൗരിയുമായി അദ്ദേഹം പെട്ടെന്ന് കൂട്ടുകൂടി. അവൾക്കും അദ്ദേഹത്തെ വലിയ ഇഷ്ടമായിരുന്നു. ഞങ്ങൾ വന്ന സമയത്ത് മുകളിലെ 2 നിലകളും വാടകയ്ക്ക് കൊടുത്തിരിക്കുകയായിരുന്നു. താഴത്തെ നിലയിൽ ജോഷി സർ തനിച്ചായിരുന്നു താമസം. ഭക്ഷണമൊക്കെ അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരിയായ അരുണിമ ദീദിയുടെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. ലീന ഇടയ്ക്കിടെ എന്തെങ്കിലും സ്പെഷ്യലായി ഉണ്ടാക്കുമ്പോൾ ജോഷി സാറിന് കൊണ്ടുകൊടുക്കാറുണ്ട്. ജോഷി സാറിന് 2 മക്കളുണ്ട്. ഉന്നത വിദ്യാഭ്യാസവും ഉയർന്ന പദവികളിൽ ജോലിയുമുള്ളവർ. അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു പോയതാണെന്നായിരുന്നു ഞങ്ങൾ കരുതിയിരുന്നത്. എന്നാൽ ഒരു ദിവസം സംസാരമധ്യേ അവർ മകളോടൊപ്പം കുറച്ചു ദൂരെയുള്ള പട്ടണത്തിലാണെന്നും അവരും ജോഷി സാറുമായി പിണക്കത്തിലാണെന്നും അരുണിമ ദീദി ലീനയോട് പറയുകയുണ്ടായി. നേരത്തെ തന്നെ സ്വരച്ചേർച്ചയില്ലാതിരുന്ന ജീവിതം. മകളുടെ കല്യാണം കൂടി കഴിഞ്ഞതോടെ 2 ആളുടെയും താമസവും വെവ്വേറെയായി. അമ്മ മകളുടെ കുടുംബത്തിനൊപ്പം പോയി. ഡോക്ടറായ മകൻ അരുൺ പൂനെയിലാണ് സെറ്റിലായിരിക്കുന്നത്. വർഷത്തിൽ ഒരിക്കലോ മറ്റോ അരുൺ കുഞ്ഞുങ്ങളുമായി വന്ന് ഒരു ദിവസം അച്ഛനോടൊപ്പം നിൽക്കും. സഹോദരി മാത്രമായിരുന്നു ജോഷി സാറിന് ആകെയുള്ള ആശ്വാസം. 2 വർഷമായി വാടകയ്ക്കും കൊടുക്കുന്നില്ല. ആ വലിയ വീട്ടിൽ ജോഷി സർ മാത്രമായി കാലം കഴിക്കുകയായിരുന്നു. അപ്പേട്ടനും ജോഷി സാറും മനസ്സിൽ മാറി മാറി തെളിഞ്ഞുകൊണ്ടിരുന്നു. കാലം എത്ര കഴിഞ്ഞാലും നിറം മങ്ങാത്ത ചില ഓർമ്മകൾ മനുഷ്യൻ്റെ കൂടപ്പിറപ്പാണ്. ആഴത്തിലുള്ള ഓർമ്മകളുടെ വേരറുക്കുക എന്നുള്ളത് ഏറ്റവും ദുഷ്കരവുമാകുന്നു. ജീവിതത്തിൻ്റെ പകർന്നാട്ടങ്ങളിൽ വ്യക്തിവിജയവും പരാജയവും എങ്ങനെയാണ് അളക്കാനാവുക? ഓരോ ജയപരാജയങ്ങളും വ്യക്തിഗതമാകുന്നു. മറ്റുള്ളവരുടെ മനസ്സിൽ ജീവിതത്തെ ആഴത്തിൽ അടയാളപ്പെടുത്തിയോ ഒരാളിൻ്റെയും മനസ്സിൽ ഇടം നേടാതെയോ ഓരോ ജീവിതവും കാലയവനികയ്ക്കുള്ളിൽ മറയുന്നു.